ശ്രീ മോഹൻലാലിനോട് തന്നെയാണ്. ഈ സിനിമയിൽ പലപ്പോഴും ഒരു നടൻ സംവിധായകൻ അല്ലെങ്കിൽ സംവിധായകൻ തിരക്കഥാകൃത്ത്, നടനും സംവിധായകനും തിരക്കഥാകൃത്തും, അത് പലപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സത്യൻ അന്തിക്കാട്, മോഹൻലാൽ, ശ്രീനിവാസൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഇത്തരം കൂട്ടുകെട്ടുകൾ ഏതളവ് വരെയാണ് സിനിമയുടെ വിജയത്തെ അല്ലെങ്കിൽ സിനിമയുടെ ഗുണപരമായ ഒരു അവസ്ഥയെ സഹായിക്കുന്നത്? എങ്ങനെയാണ്? സത്യൻ അന്തിക്കാടിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാനുണ്ട്. കുറുക്കൻ്റെ കല്യാണം എന്ന ചിത്രം ഏതാണ്ട് 25 വർഷം മുമ്പാണ് അദ്ദേഹം ആ സിനിമ ചെയ്യുന്നത്. അന്ന് തന്നെ ആ സിനിമ അഭിനയിക്കാൻ വിളിച്ചു, ഞാൻ അഭിനയിച്ചു. പക്ഷെ അതിൽ ഒരു രംഗം മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കേണ്ടത് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അന്ന് മുതലേ ആ സാന്നിധ്യം അപ്പം അന്ന് മുതലേ എങ്ങനെയോ ഒരു സാന്നിധ്യം ഞങ്ങൾ തമ്മിലുണ്ടായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വളരെയധികം സിനിമകളിൽ ഞങ്ങൾ അഭിനയിച്ചു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ശ്രീനിവാസനും ചേർന്ന വളരെയധികം സിനിമ. ടി.പി. ബാലഗോപാലൻ എം.എ മുതലാണ് അതിൻ്റെ ഒരു ടി.പി. ബാലഗോപാലൻ എം.എ. അപ്പം ഒക്കെ വളരെ പിന്നെ ഒരു സാധാരണക്കാരൻ്റെ കഥ പറയുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ഞാനാണോ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള ഒത്തിരി കഥകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ഒരു പക്ഷേ എനിക്കതിലൊക്കെ അസോസിയേറ്റ് ചെയ്യേണ്ട ഭാഗ്യമുണ്ടായി. പിന്നെ ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ടൊരു സ്നേഹമുണ്ട്, ഒരു ഐക്യമുണ്ട്. അത് തീർച്ചയായിട്ടും ആ സിനിമയെ സംരക്ഷിക്കും എന്നുള്ളത് ഷുവറാണ്. ഇപ്പം ഞാനും അദ്ദേഹമായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ പറയാറുള്ളത്, നമുക്ക് ചിരിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ, അല്ലെങ്കിൽ നമ്മൾക്ക് രസിച്ചു കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് പ്രേക്ഷകർക്ക് കൊടുത്താൽ മതി എന്നാണ്. കാര്യം ആ സിനിമയെ അത്രയും അധികം ആസ്വദിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സിനിമകൾക്കെല്ലാം തന്നെ ഒരു നല്ല വിജയം ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. ഇത് പല സിനിമകളിലും സംഭവിക്കാറുണ്ട്. ഇപ്പം ഫാസിലുമായിട്ട് അഭിനയിക്കുന്ന സിനിമകളിൽ, പ്രിയദർശനമായിട്ട്, എല്ലാ സിനിമകളിലും സംഭവിക്കും. പക്ഷേ ഇതിൽ കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ വളരെ ഒരു പിക്നിക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതേ അഭിപ്രായമായിരിക്കും. കാര്യം ഇപ്പോൾ ഈ സിനിമ തന്നെ ചെയ്യുന്നത് 12 വർഷത്തിന് ശേഷമാണെന്ന് പലരും പറയുന്നു. പക്ഷേ 12 വർഷം എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അല്ലാത്ത പല സമയവും ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. കാണുമ്പോൾ നമ്മൾ അടുത്ത സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി. അതിന് വ്യക്തമായ കാരണങ്ങൾ പറയാൻ എനിക്കില്ല, അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഏതാണ്ട് 12 വർഷമോ 15 വർഷമോ പുറകിലേക്ക് പോയി. കാര്യം അത്തരത്തിലുള്ള അന്നത്തെ സിനിമകളുടെ തമാശകൾ പലപ്പോഴും നമുക്ക് വേറൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ അതൊരു ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഇതിലുണ്ടായി. പിന്നെ ഗോപിച്ചേട്ടന് എത്രയോ സിനിമകൾ സത്യേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന മീര ജാസ്മിൻ എന്നൊരു കുട്ടി മാത്രമാണ്. ബാക്കി പുതുതായിട്ട് പലരും ഉണ്ടെങ്കിൽ തന്നെയും ബാക്കിയുള്ള എല്ലാവരും തന്നെ നമ്മൾ വളരെയധികം സിനിമയായിട്ട് സഹകരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്ടർ ഡയറക്ടർ എന്നുള്ള റിലേഷൻഷിപ്പിനെ ഞാൻ ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കെന്ത് പറയണം അല്ലെങ്കിൽ എനിക്കെന്ത് തോന്നുന്നു എന്നുള്ളത് അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതൊരു പ്രത്യേക രസതന്ത്രമാണ്. ആ രസതന്ത്രം ഒരുപക്ഷെ എനിക്കും സത്യൻ അന്തിക്കാടിനും വളരെ കൂടുതലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയായിരിക്കാം ഈ സിനിമയുടെ വിജയത്തിന് കാരണം.